അതേസമയം SIR നടപടികൾക്കായി പരമാവധി കോളേജ് വിദ്യാർത്ഥികളെയാണ് ഉപയോഗിക്കുന്നതെന്ന് തിരുവനന്തപുരം കളക്ടർ അനുകുമാരി. വീട് കയറിയുള്ള ജോലികൾക്ക് കുട്ടികളെ ഉപയോഗിച്ചിട്ടില്ല. ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ 35% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും ഡിസംബർ 28 വരെ ഡിജിറ്റലൈസേഷൻ പ്രവൃത്തികൾ ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു. ഓക്കെ, നമ്മളിത് തീർച്ചയായും മനസ്സിൽ വെക്കാം. നമ്മൾ ഭൂരിഭാഗം കോളേജ് വോളണ്ടിയേഴ്സിനെ ഉപയോഗപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ NSS വോളണ്ടിയേഴ്സ് അടുത്ത് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളിന് സൗകര്യം ഉണ്ടായിരുന്നു എങ്കിൽ അവർ വന്നായിരിക്കൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കോളേജ് വോളണ്ടിയേഴ്സിൽ തന്നെ ഭൂരിഭാഗം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ കോളേജ് കുട്ടികളുടെ അടുത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം സ്കൂൾ കുട്ടികളുടെ അടുത്ത് പരമാവധി ഫോൺ കൂടി ആയിരിക്കില്ല. സോ അവർക്ക് ഡിജിറ്റൈസേഷൻ ഇത്രയും സഹായിക്കാൻ പറ്റില്ല. ആൻഡ് നമ്മുടെ ആഗ്രഹമുണ്ട് ആരും കുട്ടിയുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടരുത്. ദർ എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ബി ഇമ്പാക്റ്റഡ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിളിച്ചിരുന്നു. തീർച്ചയായും കുട്ടികളെ ബുദ്ധിമുട്ടിക്കില്ല. ഇത് വോളണ്ടറി വർക്കാണ്. ഇത് ഒന്നും രീതിയായിട്ട് എൻഫോഴ്സ്ഡ് അല്ല, ഫോഴ്സ്ഡ് അല്ല. സോ കുട്ടികളിന് സൗകര്യമുണ്ടെങ്കിൽ ആൻഡ് അവരുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കാതെ രീതിയായിട്ട് മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നു. വിജിൻ വായന്തോടും സഫാൻ കാളികാവും ചേരുന്നുണ്ട്. വിജിൻ മന്ത്രി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർക്കുള്ള അവകാശങ്ങളുടെ ലംഘനം കൂടിയാണ് അത്തരത്തിൽ വിദ്യാർത്ഥികളെ, അതിപ്പോൾ സ്കൂളായാലും കോളേജായാലും അവരെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ BLOമാരുടെ പ്രഷർ എന്താണ്, അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം എല്ലാവർക്കും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഉദ്ദേശം, അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് മന്ത്രി എന്താണ് പറയുന്നത്, അത് നടപ്പിലാക്കുന്നതിൽ മന്ത്രി എന്താണ് പ്രതികരിച്ചത്? തന്നെ സ്കൂൾ കുട്ടികളെ NCC NSS കേഡറ്റുകൾ, ഒപ്പം തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട വളണ്ടിയർമാർ, ഇവരെയൊക്കെ ഈ BLOമാർക്കൊപ്പം അവരുടെ സഹായത്തിനായി ഉപയോഗിക്കാനുള്ള തീരുമാനമായിരുന്നു നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കളക്ടർമാർ കൈക്കൊണ്ടത്. ആ വാർത്ത മീഡിയ വണ്ണാണ് രാവിലെ പുറത്തുവിടുകയും ചെയ്തത്. അതിലാണ് മന്ത്രി ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു കാരണവശാലും വിദ്യാർത്ഥികളുടെ പഠന സമയത്തെ ബാധിക്കുന്ന നിലയിലുള്ള ഒരു നടപടിക്കും വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി തന്നെ നൽകുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും അതുതന്നെയാണ്. SCRനെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ഇടതുപക്ഷവും ഒക്കെ സ്വീകരിക്കുന്നത്. ആ ഘട്ടത്തിൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് വിദ്യാർത്ഥികളെ പാഠ്യേതര പഠന പരിപാടികൾക്ക് അപ്പുറം മറ്റൊരു പരിപാടിയിലും പങ്കെടുപ്പിക്കേണ്ടതില്ല, അങ്ങനെ പങ്കെടുപ്പിക്കരുത് എന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 10 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പാഠ്യ പദ്ധതികൾ നഷ്ടപ്പെടുന്ന, പാഠ്യ ദിനങ്ങൾ ഒപ്പം തന്നെ പാഠ്യ സമയങ്ങൾ നഷ്ടപ്പെടുന്ന നിലയിലുള്ള ഒരു പരിപാടിക്കും പങ്കെടുപ്പിക്കരുത് എന്നുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പോകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത്. ഇക്കാര്യം മന്ത്രി നേരത്തെ തിരുവനന്തപുരം കളക്ടറെ ഉൾപ്പെടെ വിളിച്ചറിയിച്ചതായി മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഏത് തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായാലും ഏതെങ്കിലും തരത്തിൽ ജീവനക്കാർ ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ SCRമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം കൊണ്ടുപോകുന്ന ജീവനക്കാർക്കും ഒപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കായിരിക്കും എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുകയാണ്. അങ്ങനെ ശക്തമായ ഒരു വിമർശനവും നിലപാടും ഇക്കാര്യത്തിൽ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളെ അത് കോളേജുകളിൽ നിന്ന് ആണ് ഉൾപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കർ വ്യക്തമാക്കിയത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ അത് കളക്ടർമാരുടെ പ്രത്യേക അധികാരമാണ്. BLOമാരെ സഹായിക്കാനാണ് അവരെ ഉപയോഗിക്കുക. ഒപ്പം തന്നെ BLOമാർക്കൊപ്പം വീട് കയറി ഫോം കളക്ട് ചെയ്യുകയും ഒപ്പം തന്നെ എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങൾ അത് ഇവരുടെ മൊബൈലിലെ ആപ്പുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ജോലിയായിരിക്കും നൽകുക എന്നുള്ളതാണ് നേരത്തെ രത്തൻ കേൽക്കർ മന്ത്രി പറഞ്ഞതുപോലെ അത് തന്നെയാണ്. അതൊരു പഠനാവകാശ ലംഘനം കൂടി നടക്കുന്നുണ്ട്.